നമസ്കാരം. കഥാബോക്സിന്റെ മറ്റൊരു ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. നമുക്കൊരുമിച്ച് ഒരു കഥ കേൾക്കാം. സിൻഡ്രല്ലയുടെ കഥ. അമ്മ മരിച്ചപ്പോൾ മുതൽ അവൾ ദുരിതത്തിലായി. രണ്ടാനമ്മയുടെയും അവരുടെ മക്കളുടെയും പരിഹാസവും ക്രൂരതകളും സഹിച്ച് അവൾ അടുക്കളയിലെ ചാരക്കൂനയിൽ ജീവിച്ചു. ദുരിതത്തിൽ നിന്നും സൗഭാഗ്യത്തിലേക്കുള്ള സിൻഡ്രല്ലയുടെ യാത്ര നമുക്ക് തുടങ്ങാം. സിൻഡ്രല്ല, ഇവിടെ വരൂ. രണ്ടാനമ്മയുടെ ശബ്ദമുയർന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ സിൻഡ്രല്ലയുടെ ശരീരമാകെ വിറയ്ക്കുവാൻ തുടങ്ങും. ഭയന്നു വിറച്ച് അവൾ ഓടിയെത്തി. ഒരു ജോലി അവസാനിക്കുമ്പോൾ മറ്റൊന്നവർ അവൾക്ക് കൊടുത്തിരിക്കും. സൂര്യൻ ഉദിക്കുന്നതിനു മുൻപേ തുടങ്ങുന്നതാണ് ആ പാവം പെൺകുട്ടിയുടെ അധ്വാനം. അവസാനിക്കുന്നതോ രാവേറെ ചെല്ലുമ്പോഴും. അവൾ അപ്പോൾ ഓർക്കും, എൻ്റെ അമ്മയുണ്ടായിരുന്നുവെങ്കിൽ. ഒരു വർഷം മുൻപാണ് സിൻഡ്രല്ലയുടെ അമ്മ മരിച്ചത്. അച്ഛൻ അധികം വൈകാതെ കൊണ്ടുവന്നതാണ് ഈ പുതിയ അമ്മ. അവർ മാത്രമല്ല, 2 പെൺമക്കളും അവരുടേതായിട്ടുണ്ട്. ഒരു ജോലിയും അവർ ചെയ്യില്ല. അണിഞ്ഞൊരുങ്ങി നടക്കുക മാത്രമാണ് അവരുടെ ജോലി. ഏതിനും അവർക്ക് സിൻഡ്രല്ലയുടെ സഹായം വേണം. ധനികനായ പിതാവിൻ്റെ ഏക മകളാണ് സിൻഡ്രല്ല. എങ്കിലും ഒരു ദാസിയേക്കാളും താണ സ്ഥാനമാണവൾക്ക്. നല്ല വസ്ത്രമില്ല, ഭക്ഷണം പോലും ശരിക്കു കൊടുക്കാറില്ല. കിടക്കുന്നതാണെങ്കിൽ ചാരവും പുകയും നിറഞ്ഞ അടുക്കളയുടെ ഒരു മൂലയിൽ. മുഷിഞ്ഞ വേഷത്തിൽ തളർന്ന മുഖവുമായി വരുന്ന സിൻഡ്രല്ലയെ അവർക്കു പരിഹാസമാണ്. ആ സാധു പെൺകുട്ടിയെ മറ്റു സഹോദരിമാർ കളിക്കുവാൻ പോലും കൂട്ടാറില്ല. സിൻഡ്രല്ലയ്ക്ക് സങ്കടം സഹിക്കാതാവുമ്പോൾ അവൾ ഓടി അമ്മയുടെ കുഴിമാടത്തിലെത്തും. അവരുടെ തോട്ടത്തിലാണ് അമ്മയെ അടക്കം ചെയ്തിരിക്കുന്നത്. ആ കുഴിമാടത്തിലെത്തി അവൾ സങ്കടങ്ങൾ ഓരോന്നായി പറയും. ഒടുവിൽ, അമ്മയല്ലേ എന്നോട് നല്ല കുട്ടിയാകണം, ഞാൻ സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊള്ളാം എന്ന് അവസാനമായി പറഞ്ഞത് എന്നു പറയുമ്പോൾ അവളുടെ കരച്ചിൽ ഉച്ചത്തിലാവും. ഒരിക്കൽ അവളുടെ പിതാവ് ദൂരെ യാത്രയ്ക്കൊരുങ്ങുകയായിരുന്നു. മക്കളെ വിളിച്ച് ഓരോരുത്തർക്കും വേണ്ടതെന്തെന്ന് ചോദിച്ചു. മൂത്ത സഹോദരി പട്ടുവസ്ത്രവും രണ്ടാമത്തവൾ സ്വർണമാലയും വേണമെന്ന് പറഞ്ഞു. സിൻഡ്രല്ലയോട് നിനക്കെന്തെങ്കിലും വേണമോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ അവൾ, അച്ഛൻ വനപ്പാതയിലൂടെ മടങ്ങി വരുമ്പോൾ അങ്ങയുടെ തൊപ്പി ഏതെങ്കിലും വൃക്ഷത്തിന്റെ കൊമ്പുകളിൽ തട്ടി തൊപ്പി തെറിച്ചാൽ ആ വൃക്ഷത്തിന്റെ ഒരു കമ്പ് മാത്രം എനിക്കു മതി എന്നറിയിച്ചു. ഇത് കേട്ട് മറ്റ് സഹോദരിമാർ അവളെ പരിഹസിച്ചു. യാത്ര കഴിഞ്ഞ് മടങ്ങിവന്ന പിതാവ് മക്കൾ പറഞ്ഞതെല്ലാം കൊണ്ടുവന്നു. സിൻഡ്രല്ലയ്ക്ക് ലഭിച്ച വൃക്ഷക്കമ്പ് അവൾ അമ്മയുടെ കുഴിമാടത്തിനടുത്ത് നട്ടു. തന്റെ കണ്ണീരായിരുന്നു വൃക്ഷത്തായി നനച്ചിരുന്നത്. സാവധാനം മരം വളർന്നു വലുതായി. ചില നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം മനോഹരമായൊരു ചെറിയ പക്ഷി ഈ മരത്തിൽ കൂടുവെച്ചു. അമ്മയുടെ ശവകുടീരത്തിൽ സങ്കടങ്ങൾ എണ്ണിപ്പറഞ്ഞു കരയുന്ന സിൻഡ്രല്ലയോട് പക്ഷിക്ക് വളരെ സ്നേഹം തോന്നി. അത് മരത്തിന്റെ താഴ്ന്ന ശിഖരത്തിൽ ഇറങ്ങിവന്ന് സിൻഡ്രല്ലയോട് സംസാരിക്കാൻ തുടങ്ങി. മോളെ സിൻഡ്രല്ല, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് സാധിപ്പിച്ചു തരാം. വിഷമിക്കരുത്. അവർ ഉറ്റ സ്നേഹിതരായി മാറാൻ അധികം സമയമെടുത്തില്ല. ഒരിക്കൽ അവരുടെ വീടിനടുത്തുള്ള പാതയിലൂടെ രാജഭടന്മാർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, രാജാവ് ഒരുക്കുന്ന വിരുന്നിൽ പങ്കെടുക്കാൻ വരിക. അതിൽ സംബന്ധിക്കുന്ന പെൺകുട്ടികളിൽ നിന്ന് രാജകുമാരന് വധുവിനെയും കണ്ടെത്തും. സിൻഡ്രല്ലയുടെ സഹോദരിമാർ അണിഞ്ഞൊരുങ്ങി വിരുന്നിനു പോയി. സിൻഡ്രല്ലയായിരുന്നു അവരെ ഒരുക്കിയത്. അവർ പോയിക്കഴിഞ്ഞപ്പോൾ സിൻഡ്രല്ല ചിറ്റമ്മയോട്, ഞാനും രാജാവിന്റെ വിരുന്നിന് പോകട്ടെ അമ്മേ എന്നു ചോദിച്ചു. അവർ പരിഹാസത്തോടെ പറഞ്ഞു, നിനക്ക് നല്ല വസ്ത്രമുണ്ടോ, ചെരുപ്പുണ്ടോ, കരിപുരണ്ട നിന്നെ ഭടന്മാർ ആട്ടി ഓടിക്കും. എന്നാൽ അവരുടെ നിർബന്ധം വർദ്ധിച്ചപ്പോൾ അവളോട്, ദാ ആ ചാരക്കുനയിൽ ഞാൻ കുറച്ച് പയറുമണികൾ വിതറിയിട്ടിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ അവ പെറുക്കി തന്നാൽ നിന്നെയും വിരുന്നിനയക്കാം എന്നു പറഞ്ഞു. അവൾ വീടിന്റെ പുറകിൽ ചെന്നു. തന്റെ പ്രിയപ്പെട്ട പക്ഷിയെ വിളിച്ചു. പറന്നെത്തിയ പക്ഷിയോട്, എന്റെ പ്രിയപ്പെട്ട പക്ഷി, ചാരക്കുനയിൽ അമ്മ വിതറിയിട്ട പയറുമണികൾ എനിക്ക് വേഗം പെറുക്കിത്തരിക. നിമിഷങ്ങൾക്കകം കുറേ പക്ഷികൾ പറന്നെത്തി പയറുമണികൾ കൊത്തിപ്പെറുക്കി സിൻഡ്രല്ലയെ ഏൽപ്പിച്ചു. അവൾ അവയുമായി അമ്മയുടെ അടുത്തേക്കോടി. ഇതാ, ഞാൻ എല്ലാ പയറുമണികളും കൊണ്ടുവന്നിട്ടുണ്ട്, രാജാവിന്റെ വിരുന്നിന് എന്നെയും അയക്കണമേ. എന്നാൽ അവർ അനുവദിച്ചില്ല.
പയറുമണികൾ കുറവായതുകൊണ്ടാണ് നീ ഇത്ര വേഗം ഇവ ശേഖരിച്ചത്. അതിനാൽ ഞാൻ കുറച്ചധികം പയറുമണികൾ ചാരക്കുനയിലിടുന്നു. അവ 1 മണിക്കൂറിനുള്ളിൽ പെറുക്കിയേൽപ്പിച്ചാൽ നിന്നെ വിരുന്നിന് വിടാം. ഇതാ അവിലേക്ക് തന്നെ ഞാൻ പയറുമണികൾ വിതറിയിട്ടിട്ടുണ്ട്. അവൾ ഓടിച്ചെന്ന് തന്റെ പ്രിയപ്പെട്ട പക്ഷിയെ വിളിച്ചു. നിമിഷങ്ങൾക്കകം വലിയൊരു പക്ഷിക്കൂട്ടം പറന്നെത്തി. അവരതിവേഗം പയറുമണികൾ കൊത്തിയെടുത്തു. 1 മണിക്കൂറിനുള്ളിൽ അവയെല്ലാം ശേഖരിച്ച് അവൾ ചിറ്റമ്മയെ ഏൽപ്പിച്ചു. മനസ്സില്ലാ മനസ്സോടെ അവളെയും രാജാവിന്റെ വിരുന്നിന് പോകാൻ അവർ അനുവദിച്ചു. ഈ മുഷിഞ്ഞ വേഷക്കാരിയെ കാണുമ്പോൾ തന്നെ ഭടന്മാർ ഓടിക്കും, അവർ കരുതി. പോരാത്തതിന് അവൾക്ക് ഡാൻസും അറിയില്ലല്ലോ. സിൻഡ്രല്ല അമ്മയുടെ ശവകുടീരത്തിനടുത്തുള്ള വൃക്ഷത്തിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. മരമേ, മരമേ, എനിക്ക് പുതുവസ്ത്രം പൊഴിച്ചു തരൂ. പെട്ടെന്ന് മരം മനോഹര വസ്ത്രങ്ങൾ താഴേക്ക് പൊഴിച്ചു. അവളുടെ പ്രിയ കൂട്ടുകാരി പക്ഷി അവളെ രത്നമാല അണിയിച്ചു. അവളുടെ കാലിൽ പുതിയ ചെരുപ്പും നൽകി. പുത്തനുടുപ്പണിഞ്ഞ് രത്നമാലയും ഇട്ടു പോകുന്ന സിൻഡ്രല്ലയെ കണ്ടാൽ ഒരു രാജകുമാരിയാണെന്നേ തോന്നുകയുള്ളൂ. വിരുന്നുശാലയിൽ സംഗീതവും നൃത്തവും പൊടിപൊടിക്കുന്നു. രാജകുമാരൻ സിൻഡ്രല്ലയെ കണ്ടു. തന്നോടുകൂടെ നൃത്തം ചെയ്യാൻ അവളെ ക്ഷണിച്ചു. അവർ ഏറെ നേരം നൃത്തം ചെയ്തുകൊണ്ടിരുന്നു. സഹോദരിമാർക്ക് സിൻഡ്രല്ലയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നേരം പുലരാറായി. അവൾ പെട്ടെന്ന് അവിടെ നിന്നും ഓടിമറഞ്ഞു. രാജകുമാരൻ അവളെ പിന്തുടർന്നെങ്കിലും അവൾ അതിവേഗം ഓടി തന്റെ പ്രിയ വൃക്ഷത്തിന്റെ ചുവട്ടിലെത്തി. പുതിയ വസ്ത്രം അഴിച്ചു മരത്തിൽ ഒളിപ്പിച്ചുവെച്ച് തന്റെ പഴയ വസ്ത്രം വാങ്ങി ധരിച്ച് ചാരവും പുകയും നിറഞ്ഞ അടുക്കളയിൽ കയറിക്കിടന്നു. ഒരു പെൺകുട്ടി ഇവിടേക്കെത്തിയെന്ന് രാജകുമാരൻ പറഞ്ഞെങ്കിലും അവരുടെ ചിറ്റമ്മ വന്നു നോക്കിയപ്പോൾ സിൻഡ്രല്ല നല്ല ഉറക്കം അഭിനയിച്ച് കിടക്കുന്നതാണ് കണ്ടത്. അടുത്ത ദിവസവും രാജാവിന്റെ വിരുന്നിന് പോകാൻ സിൻഡ്രല്ലയുടെ സഹോദരിമാർ തലേ ദിവസം അണിഞ്ഞൊരുങ്ങിയതിനേക്കാൾ ഭംഗിയായി വേഷം ധരിച്ച് അമ്മയോടൊപ്പം വളരെ നേരത്തെ തന്നെ വിരുന്നുശാലയിലെത്തി. സിൻഡ്രല്ലയും വിരുന്നിന് പോകുന്നതിനായി തീരുമാനിച്ചു. അവൾ തന്റെ പ്രിയമരത്തിനടുക്കളെത്തി. അവൾ മരത്തോട് പറഞ്ഞു, പ്രിയമരമേ, പ്രിയമരമേ, രാജാവിന്റെ വിരുന്നിൽ സംബന്ധിക്കാൻ എനിക്ക് പുതുവസ്ത്രങ്ങൾ തരൂ. കഴിഞ്ഞ ദിവസത്തേക്കാൾ മനോഹരമായ വസ്ത്രം മരം നൽകി. അവധരിക്കുമ്പോൾ തന്നെ തന്റെ പ്രിയ സ്നേഹിതയായ പക്ഷി വജ്രമാല അവളുടെ കഴുത്തിൽ അണിയിച്ചു കഴിഞ്ഞു. കാലിൽ സ്വർണ്ണച്ചെരുപ്പും. ഇപ്പോൾ സിൻഡ്രല്ലയെ കണ്ടാൽ ദേവലോകത്തിൽ നിന്നിറങ്ങി വന്ന ദേവസുന്ദരി എന്നേ തോന്നുകയുള്ളൂ. വിരുന്നു ആരംഭിച്ചു. വാദ്യഘോഷങ്ങൾ അരങ്ങു തകർക്കുകയാണ്. സിൻഡ്രല്ല പ്രവേശിച്ച ഉടനെ തന്നെ ആ ഹാളിലുള്ളവരുടെ കണ്ണുകൾ അവളുടെ മേലായി. രാജകുമാരൻ ഓടിയെത്തി നൃത്തം ചെയ്യാൻ അവളെ ക്ഷണിച്ചു. പുലരുന്നതുവരെ നൃത്തം തുടർന്നു. നേരം പുലരുന്നതിനു മുൻപേ അവൾ രാജകുമാരന്റെ സമീപത്തുനിന്ന് വേഗത്തിൽ ഇറങ്ങിയോടി. തിടുക്കത്തിൽ പുറപ്പെട്ടതിനാൽ അവളുടെ ഇടതുകാലിലെ ചെരുപ്പ് ഊരിപ്പോയി. രാജകുമാരനും അവളെ പിന്തുടർന്നു. അവൾ ഓടിക്കേറിയ വീട്ടിലേക്ക് രാജകുമാരനും കടന്നുചെന്നു. നിങ്ങളുടെ പെൺകുട്ടിക്ക് ഈ ചെരുപ്പ് പാകമാണോ എന്ന് നോക്കുക. അവരുടെ മൂത്ത മകൾ ചെരുപ്പിട്ടു നോക്കിയപ്പോൾ അവളുടെ നീണ്ട വിരലുകൾ കൊണ്ട് ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവളുടെ അമ്മ, നിന്റെ നീണ്ട വിരലുകൾ മുറിച്ചു കളയുക. അവൾ അങ്ങനെ ചെയ്തു. രാജകുമാരന്റെ അടുക്കിലേക്ക് അയച്ചു. അദ്ദേഹം അവളെ കുതിരപ്പുറത്ത് കയറ്റി രാജധാനിയിലേക്ക് കൊണ്ടുപോയി. അവർക്ക് സിൻഡ്രല്ല പതിവായി പോകുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിലൂടെയാണ് പോകേണ്ടിയിരുന്നത്. അപ്പോൾ വൃക്ഷത്തിൽ നിന്നൊരു ശബ്ദം പുറപ്പെട്ടു. രാജകുമാരാ, ഇവളല്ല നിങ്ങൾക്കൊരുക്കിയവൾ. ഇവളുടെ കാലുകൾ നോക്കൂ, രക്തം പൊടിയുന്നു. രാജകുമാരൻ പെട്ടെന്ന് തന്നെ കുതിരപ്പുറത്ത് നിന്നിറങ്ങി അവളുടെ കാലുകളിലേക്ക് നോക്കിയപ്പോൾ രക്തമൊഴുകുന്നതായി കണ്ടു. അവളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം സ്വർണ്ണച്ചെരുപ്പുമായി അവിടേക്ക് വീണ്ടും ചെന്നു. നിങ്ങൾക്ക് മറ്റു പെൺകുട്ടികളുണ്ടോ? അവളുടെ കാലിന് ഈ ചെരുപ്പ് പാകമാണോ എന്ന് നോക്കിയാലും. അമ്മ ചെരുപ്പുമായി അകത്തേക്ക് ചെന്നു. ഇളയ മകളുടെ കാലിലിടുവാൻ ശ്രമിച്ചു. അവൾക്കും ചെരുപ്പ് പാകമല്ല. ഉപ്പൂറ്റി പുറത്താണ്. ഒരു വിധത്തിൽ അമ്മ ചെരുപ്പ് അവളുടെ കാലിൽ തിരികെ കയറ്റി. ഇൽപ്പം വേദന സഹിച്ചാലും രാജകുമാരിയാകുമല്ലോ. മകളെ ആശ്വസിപ്പിച്ചുകൊണ്ടവർ പറഞ്ഞു. രാജകുമാരൻ അവളെയും കുതിരപ്പുറത്ത് കയറ്റി രാജധാനിയിലേക്ക് യാത്ര തിരിച്ചു. വൃക്ഷത്തിന്റെ അടുക്കലെത്തിയപ്പോൾ വൃക്ഷം, രാജകുമാരാ, രാജകുമാരാ, ഇവളല്ല നിങ്ങൾക്കുള്ളവൾ. ഇവളുടെ കാലുകൾ ശ്രദ്ധിക്കൂ. അദ്ദേഹം വേഗം കുതിരപ്പുറത്ത് നിന്നിറങ്ങി. അവളുടെ കാലുകളിൽ നിന്ന് രക്തമൊഴുകുന്നതായി കണ്ടു. അവളെയും വീട്ടിലാക്കി. വേറെ പുത്രി നിങ്ങൾക്കുണ്ടോ? അദ്ദേഹം അന്വേഷിച്ചു. മനസ്സില്ല മനസ്സോടെ സിൻഡ്രല്ലയെ വിളിച്ചു. അവൾ വേഗത്തിൽ മുഖം കഴുകി വന്ന രാജകുമാരനെ വന്ദിച്ചു. അച്ഛനും അമ്മയും സഹോദരിമാരും പരിഹാസച്ചിരിയോടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. സ്വർണ്ണച്ചെരുപ്പിടുവാൻ രാജകുമാരൻ സിൻഡ്രല്ലയോട് പറഞ്ഞു. അവളുടെ കാലുകൾക്ക് മാത്രം നിർമ്മിച്ചതുപോലെ ആ ചെരുപ്പ് അവൾക്ക് പാകമായിരുന്നു. രാജകുമാരന്റെ മുഖം വികസിച്ചു. അദ്ദേഹം അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അതെ, ഇവൾ തന്നെ എന്റെ പ്രിയപ്പെട്ടവൾ. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. വരൂ പ്രിയമുള്ളവളെ. അവളുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
രാജകുമാരൻ സിൻഡ്രല്ലയെ കുതിരപ്പുറത്ത് കയറ്റിയിരുത്തി. ആ കാഴ്ച കാണുവാൻ ചിറ്റമ്മയ്ക്കും സഹോദരിമാർക്കും വലിയ വിഷമമായിരുന്നു. രാജകുമാരനും സിൻഡ്രല്ലയും കുതിരപ്പുറത്ത് കയറി വൃക്ഷത്തിന്റെ ചുവട്ടിലെത്തിയപ്പോൾ, "അതേ കുമാരാ, ഇവൾ തന്നെ താങ്കൾക്കുള്ളവൾ." ഈ ശബ്ദം കേട്ടു. സിൻഡ്രല്ല തന്റെ പ്രിയപ്പെട്ട പക്ഷിയെ വിളിച്ചു. അവൾ പറന്നുവന്ന് സിൻഡ്രല്ലയുടെ തോളിലിരുന്നു. സന്തോഷത്തോടെ അവർ രാജധാനിയിലേക്ക് യാത്ര പുറപ്പെട്ടു.